ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC നോളജ് മിഷൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് LP സ്കൂൾ അസിസ്റ്റൻറ്റുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതിലെ ആദ്യത്തെ ചോദ്യം, ലേണിംഗ് വിത്തൗട്ട് ബേർഡൻ എന്ന പേരിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട്. ആൻസർ, യശ്പാൽ കമ്മീഷൻ റിപ്പോർട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, എമിലിയുടെ കർത്താവ്. ആൻസർ, റൂസോ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ എഡ്യൂക്കേഷൻ ടെക്നോളജി പ്രോജക്റ്റ് ആരംഭിച്ചത്. ആൻസർ, 1972. ഇന്ത്യയിൽ എഡ്യൂക്കേഷൻ ടെക്നോളജി പ്രോജക്റ്റ് ആരംഭിച്ചത് 1972. അടുത്ത ചോദ്യം, നാം ഇന്നുവരെ കുട്ടികളുടെ മനസ്സിൽ പലതരം അറിവുകളും കുത്തിച്ചെലുത്തുന്നതിനാലാണ് നമ്മുടെ ശക്തിയെല്ലാം കേന്ദ്രീകരിച്ചത്. അവരുടെ മനസ്സിന് പ്രചോദനമോ വികാസമോ നൽകണമെന്ന് നാം ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാണ്? ആൻസർ, ഗാന്ധിജി. അടുത്ത ക്വസ്റ്റ്യൻ, ജെറോം എസ് ബ്രൂണർ ആശയ രൂപീകരണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ച പഠന ഘടകങ്ങളിൽ പെടാത്തത്. ബിംബനഘട്ടം, പ്രതീകാത്മക ഘട്ടം, വിചിന്തനഘട്ടം, പ്രവർത്തനഘട്ടം. ആൻസർ, വിചിന്തനഘട്ടം. അടുത്ത ക്വസ്റ്റ്യൻ, 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സാനിയ ആരുമായും കൂട്ടുകൂടാറില്ല. പൊതുവെ ഒറ്റയ്ക്കിരിക്കാൻ താൽപ്പര്യപ്പെടുന്നു. ചില സന്ദർഭങ്ങളിൽ വിതുമ്പിക്കരയും. ആ കുട്ടിയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ക്ലാസ് ടീച്ചറായ നിങ്ങൾ തീരുമാനിച്ചു. ഏത് മനഃശാസ്ത്ര പഠന രീതി ആയിരിക്കും നിങ്ങൾ അവലംബിക്കുന്നത്? ആൻസർ, കേസ് സ്റ്റഡി. അടുത്ത ക്വസ്റ്റ്യൻ, ക്ലാസ് റൂം ബോധനത്തിൽ ഏറെ പ്രയോജനപ്പെടുത്തുന്ന ആശയഭൂപടം എന്ന സങ്കേതം വികസിപ്പിച്ചെടുക്കുന്നതിന് നേതൃത്വം നൽകിയത്. ആൻസർ, ജോസഫ് ഡി നോവാക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, 5ാം ക്ലാസ്സിലെ ഒരു ഡിവിഷനിലെ 41 കുട്ടികളിൽ 12 പേരും മലയാളത്തിലെ സ്വരചിഹ്നങ്ങൾ തെറ്റിച്ചും പരസ്പരം മാറ്റിയും എഴുതുന്നു. ടീച്ചർ എന്ന നിലയിൽ ഇത് പരിഹരിക്കാൻ നിങ്ങൾ അവലംബിക്കുന്ന ശാസ്ത്രീയ മാർഗം? ആൻസർ, ക്രിയാ ഗവേഷണം. അടുത്ത ക്വസ്റ്റ്യൻ, എറിക് എച്ച് എറിക്സിൻ്റെ മനോസാമൂഹിക വികാസ സിദ്ധാന്ത പ്രകാരം സ്കൂൾ പ്രായത്തിൽ അതായത് 6 മുതൽ 12 വരെ നേരിടുന്ന പ്രതിസന്ധി താഴെ പറയുന്നവയിൽ ഏതാണ്? പ്രതിസന്ധി എന്ന് പറയുന്നത് ആൻസർ, ഊർജ്ജസ്വലത, അപകർഷത. അടുത്ത ക്വസ്റ്റ്യൻ, ജീൻ പിയാഷെയുടെ അഭിപ്രായത്തിൽ ക്രമപ്പെടുത്തൽ, ഉഭയദിശീയ ചിന്ത, പകരൽ ചിന്ത തുടങ്ങിയവ വികസിക്കുന്ന വൈജ്ഞാനിക ഘട്ടമേത്? ആൻസർ, രൂപാത്മക മനോവ്യാപാര ഘട്ടം. അടുത്ത ക്വസ്റ്റ്യൻ, ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രത്തെ പിന്തുടരുന്ന ഒരു ടീച്ചർ ക്ലാസ്സിൽ അനുവർത്തിക്കാത്ത സമീപനം? ആൻസർ, ആവർത്തനത്തിന് ഊന്നൽ നൽകൽ. അടുത്ത ക്വസ്റ്റ്യൻ, വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന സാഹചര്യ ഘടകം ഏത്? ഗ്രന്ഥി വ്യവസ്ഥ, ശാരീരികാവസ്ഥ, കുടുംബം, പാരമ്പര്യം. ആൻസർ, കുടുംബം. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു വ്യക്തി ഗണിതത്തിൽ പ്രകടിപ്പിക്കുന്ന ബുദ്ധി പൊതുവായ ബുദ്ധിയുടെയും ഗണിതത്തിലെ പ്രത്യേക ബുദ്ധിയുടെയും സങ്കലിത ഫലമാണ്. ഈ പ്രസ്താവന താഴെ പറയുന്ന ഏത് ബുദ്ധി സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബഹുഘടക സിദ്ധാന്തം, ദ്വിഘടക സിദ്ധാന്തം, മനോഘടക സിദ്ധാന്തം, സംഘഘടക സിദ്ധാന്തം. ആൻസർ, ദ്വിഘടക സിദ്ധാന്തം. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ അധ്യാപക ദിനം സെപ്റ്റംബർ 5 ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, അബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയിൽ സുരക്ഷിതവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്കും അഭിമാനബോധവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്കും ഇടയിൽ ക്രമീകരിച്ചിട്ടുള്ളത്? വൈജ്ഞാനിക ആവശ്യങ്ങൾ, ശാരീരിക ആവശ്യങ്ങൾ, ആത്മസാക്ഷാത്കാരവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ, സ്നേഹവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ. ആൻസർ, സ്നേഹവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, പഠനം എന്നത് സാംസ്കാരിക ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സാംസ്കാരിക സാഹചര്യങ്ങളിൽ ഇടപെട്ട് നാം നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കലും തുടർ പഠനത്തിനുള്ള വൈദഗ്ധ്യം വർദ്ധിപ്പിക്കലുമാണ്. ഈ പ്രസ്താവന താഴെ പറയുന്ന ഏത് പഠന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വ്യവഹാരവാദം, ജ്ഞാനനിർമ്മിതിവാദം, സാമൂഹ്യ ജ്ഞാനനിർമ്മിതിവാദം, സമഗ്രവാദം. ആൻസർ, സാമൂഹ്യ ജ്ഞാനനിർമ്മിതിവാദം. അടുത്ത ക്വസ്റ്റ്യൻ,
കുട്ടികളില്ലാത്ത ദമ്പതിമാർ അനാഥാലയത്തിലെ കുട്ടികൾക്കാവശ്യമായ പുസ്തകങ്ങളും തുണികളും നൽകുന്നു. ഇത് ഏത് സമായോജന ക്രിയാതന്ത്രവുമായി പരിഗണിക്കാം? ആൻസർ ഉദാത്തീകരണം. അടുത്ത ക്വസ്റ്റ്യൻ, കുട്ടികളുടെ കാര്യത്തിൽ ഒന്നിലും ഇടപെടാതിരിക്കുകയും വേണ്ടത്ര താല്പര്യവും ശ്രദ്ധയും നൽകാതിരിക്കുന്ന രക്ഷകർതൃത്വ രീതി എന്ത് പേരിൽ അറിയപ്പെടുന്നു? ആൻസർ നിസ്സംഗ രക്ഷാകർതൃത്വം. അടുത്ത ക്വസ്റ്റ്യൻ, സർഗാത്മകതയുടെ ഘടകങ്ങളിൽ ഉൾപ്പെടാത്തത്? വാചാലത, വഴക്കം, മൗലികത, വജ്രജന ചിന്ത. സംവ്രജന ചിന്ത. ആൻസർ സംവ്രജന ചിന്ത. അടുത്ത ക്വസ്റ്റ്യൻ, ഭാഷയുമായി ബന്ധപ്പെട്ട പഠന വൈകല്യം അറിയപ്പെടുന്നത് ഡിസ്ലെക്സിയ. എൻ്റെ ചാനൽ ലൂടെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോ ലഭിച്ചിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. വീണ്ടും LP സ്കൂൾ എക്സാമുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളുമായി ഞാൻ വീണ്ടും എത്തുന്നതായിരിക്കും. നന്ദി.